Hi friends, this is Nandu from Nandu's Lifestyle. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ കെയർ റൊട്ടീൻ ഡേ 5 ആണ്. ഇന്ന് നമ്മൾ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹെർബൽ ഷാമ്പൂ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ചെമ്പരത്തി പൂക്കളും കുറച്ച് ചെമ്പരത്തി ഇലയും ഒന്ന് കളക്ട് ചെയ്ത് എടുക്കണം. ഇനി ഈ ഒരു ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും ഒരു ജാറിലേക്ക് ഒന്ന് മുറിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഈ ചെമ്പരത്തിപ്പൂക്കളും ചെമ്പരത്തിയുടെ ഇലയും നന്നായിട്ട് താളിയൊക്കെ ആയിട്ട് പണ്ട് മുതലേ തന്നെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ മുടി കഴുകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് നമ്മുടെ മുടിയിൽ യാതൊരു തര സൈഡ് എഫക്റ്റും ഉണ്ടാക്കുകയില്ലെന്ന് മാത്രമല്ല, മുടി വളർച്ചയ്ക്കും മുടി നല്ല ഹെൽത്തി ആക്കി വയ്ക്കാനായിട്ടും നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ ഇതിനായിട്ട് ഒരു 8 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 8 ചെമ്പരത്തിയുടെ ഇലയും നന്നായിട്ടൊന്ന് നുറുക്കി ഈ ഒരു ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം മുങ്ങി കിടക്കത്തക്ക രീതി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുടിയിലൊക്കെ ഉണ്ടാകുന്ന എക്സസൈസൊക്കെ ഉള്ള ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പിനെ സ്മൂത്താക്കി വെക്കാനായിട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇനിയും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ, ഈ പൂവും ഇലയും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഷിക്കക്കായ പൗഡറും അതേപോലെ തന്നെ സോപ്പ് നട്ട് റീത്ത പൗഡറുമാണ് വേണ്ടത്. ഇതിപ്പം നമ്മുടെ ആയുർവേദിക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് പൊടി അല്ലാത്ത രീതിയിൽ വാങ്ങാനും കിട്ടും. പൊടി അല്ലാത്ത രീതിയിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാനിപ്പം പൊടി അല്ലാത്ത രീതിയിൽ വാങ്ങിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളിതിൻ്റെ പൗഡർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഈ പൗഡറിനകത്ത് പൊടിയിലായിട്ട് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സോപ്പ് നട്ടായിട്ടും അതേപോലെ തന്നെ ഷിക്കക്കായായിട്ടും വാങ്ങാനായിട്ട് കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ നന്നായിട്ട് വാഷ് ചെയ്ത് പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഈ ഒരു ഷാമ്പു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് സോപ്പ് നട്ടിൻ്റെ പൗഡറും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂണ് ഷിക്കക്കായ പൗഡറും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപേണ ഒന്ന് ആക്കിയെടുക്കുക. നമ്മുടെ സോപ്പ് നട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പരമ്പരാഗത രീതിയിൽ തന്നെ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ സൾഫേറ്റ് അടങ്ങാത്തത് കൊണ്ട് തന്നെ മുടിക്ക് യാതൊരു തര ദോഷവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മുടി നന്നായിട്ട് വൃത്തിയാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം മുടിയിലൊക്കെ ഉണ്ടാകുന്ന ചെടികളും അതേപോലെ തന്നെ ഡെഡ് സ്കിന്ന്, സ്കാൽപ്പിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഷാമ്പു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപേണയായിട്ടൊന്ന് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപേണ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്ന് പതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു തിക്കായിട്ട് ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് വെള്ളമായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടിരിക്കുന്ന ഒരു ചെമ്പരത്തിയിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഉടനെ യൂസ് ചെയ്യുകയല്ല, ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പം നമ്മൾ പൊടിയല്ല കിട്ടിയത്, ഷിക്കക്കായ അതേപോലെ തന്നെ സോപ്പ് നട്ടാണ് കിട്ടിയെങ്കിലും ഇങ്ങനെ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഓവർനൈറ്റ് വെക്കണം. രാവിലെ ഒന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം.
ഇതിപ്പോൾ പൊടി ആയതുകൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒരു 20 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഈ ഒരു മിക്സ് നന്നായിട്ട് കുറുകി വരത്തക്ക രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ നമ്മുടെ ചെമ്പരത്തി ഇലയിലും അതേപോലെ തന്നെ പൂവിലൊക്കെ അടങ്ങിയിരിക്കുന്ന പിന്നെ സത്തും ഈ ഷിക്കക്കായയും സോപ്പിനട്ടിലെയൊക്കെ സത്തുമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. തിളച്ചതിന് ശേഷം 20 മിനിറ്റ് തിളപ്പിക്കുക. അതിന് ശേഷം ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പൂവിൻ്റെ ഇലയുടെയൊക്കെ ഇത് തലയിലിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ വാഷ് ചെയ്യേണ്ടി വരും മുടിയിൽ. ഇതാകുമ്പോൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിലും ഈ ഒരു ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് പോകും. ഇപ്പം നമ്മുടെ ഷാമ്പു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. ഒരു തരത്തിലുള്ള കെമിക്കൽ ഇല്ലാത്ത ഒരു ഷാമ്പു ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.